സംസ്ഥാനത്ത് ഇന്ന് 3 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചത് വയനാടാണ്. 3 പേർക്കും രോഗം സമ്പർക്കത്തിലൂടെയാണ് വന്നത്. ഇന്ന് ആരും രോഗമുക്തരായിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ന് പുതുതായി 3 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഈ 3 പേരും വയനാട് ജില്ലയിലാണ്. സമ്പർക്കം മൂലമാണ് 3 പേർക്കും വൈറസ് ബാധിച്ചത്. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ പോയി വന്ന വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ആ ഡ്രൈവറുടെ അമ്മയും ഭാര്യയും പിന്നെ വണ്ടിയുടെ ക്ലീനറുടെ മകനും, അങ്ങനെ 3 പേർക്കാണ് ഇപ്പോൾ രോഗബാധയുണ്ടായത്. ഇന്ന് രോഗബാധയുള്ള ആരുടെയും പരിശോധനാ ഫലം നെഗറ്റീവായി വന്നിട്ടില്ല. ഇതുവരെ 502 പേർക്കാണ് നമ്മുടെ സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന രോഗബാധിതരുടെ എണ്ണം 37. നിരീക്ഷണത്തിലുള്ളത് 21,342 പേര്. വീടുകളിൽ 21,034 പേര്. ആശുപത്രിയിൽ 308 പേര്. ഇന്ന് മാത്രം 86 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുതായി ഹോട്ട്സ്പോട്ടുകളൊന്നും ഇന്നില്ല. കണ്ണൂർ 18, കോട്ടയം 6, വയനാട് 4, കൊല്ലം 3, കാസർഗോഡ് 3, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് 1 വീതം. ഇങ്ങനെയാണ് ഇപ്പോൾ ചികിത്സയിലുള്ളവരുടെ എണ്ണം. 4 ജില്ലകൾ കോവിഡ് മുക്തമാണ്. പ്രവാസികളുടെ കാര്യത്തിൽ ആശങ്കയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം തയ്യാറാക്കിയ പട്ടിക കേന്ദ്രം അംഗീകരിച്ചില്ല. കേരളത്തിൽ തിരികെ എത്തുക 80,000 പേർ മാത്രമായിരിക്കും. വീണ്ടും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിക്ക് കത്തയച്ചതായി മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അറിയിച്ചു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ നാട്ടിലേക്ക് വരാനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് തുടക്കം കുറിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകളുടെ എണ്ണം താരതമ്യപ്പെടുത്തിയാൽ വളരെ കുറച്ച് പേരെ മാത്രമേ ആദ്യഘട്ടത്തിൽ കൊണ്ടുവരുന്നുള്ളൂ എന്നാണ് സൂചന. ആദ്യത്തെ 5 ദിവസം എത്തിച്ചേരുക 2,250 പേരാണ്. ഇന്ത്യ ഗവൺമെൻറ് ആകെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് 80,000 പേരെയാണ് എന്നും ഒരു വിവരമുണ്ട്. ലെസ്ലി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. ലെസ്ലി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സംസ്ഥാനത്ത് സമ്പർക്കത്തിലൂടെ ഇന്ന് 3 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആർക്കും രോഗമുക്തിയില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഹോട്ട്സ്പോട്ടുകളുമില്ല എന്ന പ്രത്യേകത കൂടി ഉണ്ട്. പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതിന് കേന്ദ്രം നൽകിയിരിക്കുന്ന നിർദ്ദേശം പുനഃപരിശോധിക്കണമെന്ന ആവശ്യമാണ് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് കാണിച്ച് സംസ്ഥാനം പ്രധാനമന്ത്രിക്ക് കത്ത് നൽകുകയും ചെയ്തു. ഇറ്റലി, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നും നേരത്തെ ആളുകളെ എത്തിച്ച ഘട്ടത്തിൽ പ്രത്യേക മെഡിക്കൽ സംഘത്തെ അയച്ച് പരിശോധന നടത്തിയിരുന്നു. ഈ രീതി അവലംബിക്കണമെന്നുള്ളതാണ് സംസ്ഥാനം നൽകിയിരിക്കുന്ന കത്തിലെ ഉള്ളടക്കം. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ 2,280 പേർ എത്തുമെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇവർ വരുന്ന വിമാനത്തിന്റെ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കണമെന്ന ആവശ്യവും സംസ്ഥാനം അറിയിച്ചിട്ടുണ്ട്. 80,000 ആളുകളാണ്
ആദ്യഘട്ടത്തിൽ എത്തിക്കുന്നത് എന്നാണ് കേന്ദ്രത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ സംസ്ഥാനം മുൻഗണനാ പട്ടിക തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. ഇതിനടക്കം ഏകദേശം 1,64,000 ആളുകൾ ഈ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരെ എത്തിക്കുന്നതിന് വേണ്ട നടപടിയും സ്വീകരിക്കണമെന്ന ആവശ്യവും കേന്ദ്രത്തിന് നൽകിയ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മടങ്ങി വരുന്നവർക്കായി വികേന്ദ്രീകൃത ക്വാറന്റൈൻ സംവിധാനമാണ് സംസ്ഥാനം ഒരുക്കിയിരിക്കുന്നത്. വിമാനത്താവളങ്ങൾക്ക് തൊട്ടരികിലും അവർ വരുന്നവരുടെ ജില്ലകളിൽ കേന്ദ്രീകരിച്ചുള്ള ക്വാറന്റൈൻ സെന്ററുകളിലേക്കും ഇവരെ ക്വാറന്റൈനിലേക്കായി വിധേയമാക്കും. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ ആളുകൾ വരുന്ന അടുത്ത ദിവസങ്ങളിൽ എത്തുമെന്നാണ് സംസ്ഥാനത്തിന്റെ കണക്കുകൂട്ടൽ. ഇതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ അതിർത്തി ഭാഗത്തുണ്ട്. അവർ വരുന്ന സംസ്ഥാനത്ത് നിന്നും ആവശ്യമായ അനുമതി പാസ് ലഭ്യമാക്കി വേണം ഈ സംസ്ഥാനത്തേക്ക് എത്തണം എന്നുള്ള കാര്യം പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കുമ്പോഴും അന്യ സംസ്ഥാനത്തു നിന്നുള്ള ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് എത്തുന്നവരെ ക്വാറന്റൈൻ ചെയ്യുമെന്നുള്ള കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. വാഹനങ്ങൾക്കുള്ള ചില ഇളവുകൾ നേരത്തെ നടത്തിയ നിയന്ത്രണങ്ങളിൽ ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഒറ്റ ഇരട്ട നമ്പറുകൾ ഉള്ള വാഹനങ്ങൾക്കുള്ള നിയന്ത്രണം പിൻവലിച്ചിട്ടുണ്ട്. നിർമ്മാണ മേഖലയിൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അനാവശ്യമായി വലിയ തോതിൽ അമിതവില ഈടാക്കുന്ന പ്രവണത ഉണ്ട്. ഇത് അനുവദിച്ചു നൽകാൻ കഴിയില്ല. അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ സ്വകാര്യ മേഖലയിലെയും ഒപ്പം സർക്കാർ മേഖലയിലെയും ഡോക്ടർമാരും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും ഏകോപനം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അതിനുള്ള പ്രവർത്തനം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകും. അത്തരം പ്രവർത്തനങ്ങളുമായി ആയിരിക്കും പ്രതിരോധ രംഗം ഇനി മുൻപോട്ട് പോകുക എന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇതിനായി 980 ഡോക്ടർമാരെ നിയോഗിക്കാനുള്ള തീരുമാനവും സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കി. ശരി, ലെസ്ലി ജോണാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വളരെ പ്രാധാന്യമർഹിക്കുന്ന പ്രത്യേക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. രാജ്യവ്യാപകമായി CBSE 10ാം ക്ലാസ് പരീക്ഷ ഉണ്ടാകില്ല എന്ന വാർത്ത ലഭിക്കുന്നു. നടത്താൻ ബാക്കിയുള്ള പരീക്ഷകളും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ വടക്കുകിഴക്കൻ ദില്ലിയിൽ മാത്രം പരീക്ഷ ഉണ്ടാകും. +2 പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചിട്ടുമില്ല. ശരത് കെ ശശി ദില്ലിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ശരത്ത്, ഒരുപാട് ആകാംക്ഷകളും പ്രതിസന്ധികളും ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇടയിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് പരീക്ഷകൾ. അതിൽ CBSE പരീക്ഷ പ്രത്യേകിച്ചും. എന്തൊക്കെയാണ് ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ? ആനന്ദ്, ഇന്ന് ഉച്ചയ്ക്ക് രാജ്യത്തെ വിവിധ കോണുകളിലുള്ള വിദ്യാർത്ഥികളുമായി സംവദിച്ചുകൊണ്ട് കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി രമേശ് പൊഖ്രിയാൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് 1-2 ദിവസങ്ങൾക്കുള്ളിൽ CBSEയുടെ 10ാം തരം 12ാം തരം പരീക്ഷാ തീയതികൾ അല്ലെങ്കിൽ അതിന്റെ അക്കാര്യത്തിൽ പരീക്ഷകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം വ്യക്തമാക്കുമെന്നായിരുന്നു അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ 10ാം ക്ലാസ് പരീക്ഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനം കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇനി നടത്താൻ ബാക്കിയുള്ള 10ാം ക്ലാസ് പരീക്ഷകൾ CBSEയുടെ 10ാം ക്ലാസ് പരീക്ഷകൾ നടത്തുന്നില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലൂടെയാണ് ഇക്കാര്യം ഇപ്പോൾ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നത്. രാജ്യവ്യാപകമായി ഇത്തരത്തിൽ 10ാം ക്ലാസ് CBSE പരീക്ഷ ഉണ്ടാകില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു അറിയിപ്പിനോടൊപ്പം നൽകിയിരിക്കുന്നത് വടക്ക് കിഴക്കൻ ദില്ലിയിൽ CBSE പരീക്ഷകൾ നടത്തും എന്നുള്ള കാര്യമാണ്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ വടക്ക് കിഴക്കൻ ദില്ലിയിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉണ്ടായിരുന്ന കലാപത്തിന്റെ ഭാഗമായി ഇവിടെ പരീക്ഷ മുൻനിശ്ചയിച്ചത് പ്രകാരം നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രദേശത്ത് ഈ കലാപത്തിന്റെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് നേരത്തെ പരീക്ഷ നീട്ടിവെക്കേണ്ടുന്നതായ സാഹചര്യം വന്നിരുന്നു. പിന്നീട് മാർച്ച് 21-ാം തീയതി CBSE പരീക്ഷ വടക്ക് കിഴക്കൻ ദില്ലിയിൽ നടത്താനും തീരുമാനിച്ചു, കലാപം കെട്ടടങ്ങിയതിന് പിന്നാലെ. പക്ഷേ ആ സമയത്തേക്ക് പിന്നീട് കോവിഡ് ബാധ വന്നതോടുകൂടി വടക്ക് കിഴക്കൻ ദില്ലിയിൽ പരീക്ഷ നടത്താനും സാധിച്ചില്ല. ആ സാഹചര്യം പരിഗണിച്ച് വടക്ക് കിഴക്കൻ ദില്ലിയിൽ മാത്രം പരീക്ഷ നടത്തും എന്നുള്ളതും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും കോവിഡ് ഭീതി ഉള്ള ഒരു മേഖലയായിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നിട്ടും വടക്ക് കിഴക്കൻ ദില്ലിയുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വടക്ക് കിഴക്കൻ ദില്ലിയിൽ പരീക്ഷ നടത്താൻ തീരുമാനിച്ചത് എന്നതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. അതിന് പിന്നിൽ പല രാഷ്ട്രീയ നീക്കങ്ങളുമുണ്ട് എന്നതടക്കമുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ കേന്ദ്ര സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ പരീക്ഷ നടത്തുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് മതിയായ സമയം അവർക്ക് പഠിക്കുന്നതിന് വേണ്ടി ലഭിക്കും. ലോക്ക്ഡൌൺ ഇളവുകൾ വന്ന ശേഷം അല്ലെങ്കിൽ ലോക്ക്ഡൌൺ മാറ്റിയ ശേഷം 10 ദിവസം എന്തായാലും വിദ്യാർത്ഥികൾക്ക് സമയം ലഭിക്കും. അതിനുശേഷം മാത്രമേ ഒരു തീയതി പ്രഖ്യാപിക്കുകയുള്ളൂ എന്നുള്ള ഒരു നിലപാടാണ് ഏതായാലും
ഇക്കാര്യത്തിൽ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ പ്ലസ് ടു പരീക്ഷയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം വന്നിട്ടില്ല. പ്ലസ് ടു പരീക്ഷ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സർക്കാർ കൃത്യമായ ഒരു തീരുമാനം അറിയിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നടക്കുന്നുണ്ടെങ്കിൽ എപ്പോഴാണ് തീയതി എന്നതിന്റെ ഒരു അറിയിപ്പ് വരേണ്ടതുണ്ട്. വൈകാതെ ഈ ഒരു തീയതി സംബന്ധിച്ച് അല്ലെങ്കിൽ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻപ് കഴിഞ്ഞ മാസം ഏപ്രിൽ 29-ാം തീയതി കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രാലയം ഇറക്കിയ അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ള 10ാം ക്ലാസ് പരീക്ഷകളൊക്കെ നടത്തും എന്നുള്ളതായിരുന്നു. ആ ഒരു നിലപാട് മാറ്റിക്കൊണ്ടാണ് ഒരാഴ്ചയ്ക്ക് ഇപ്പുറം ഇപ്പോൾ പരീക്ഷകൾ നടത്തേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ശരത്ത്, ഒരു കാര്യം കൂടി, വടക്കുകിഴക്കൻ ദില്ലിയിൽ എന്തായാലും CBSE പരീക്ഷ ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സ്ഥിരീകരണം. പക്ഷേ CBSE പരീക്ഷ നടക്കുമ്പോൾ 10ാം ക്ലാസ് പരീക്ഷ ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ ഈ പ്രൊമോഷൻ അടക്കമുള്ള ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പഠനം, ഒരു വിലയിരുത്തൽ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഒരു ബദൽ മാർഗം അതിനെ സംബന്ധിക്കുന്ന ഏതെങ്കിലും വിശദീകരണമുണ്ടോ? അതോ പിന്നീട് അത് പ്രതീക്ഷിച്ചാൽ മതിയോ നമ്മൾ? ആനന്ദ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രാലയം ഇക്കാര്യം ഒരു 4 വരി ട്വീറ്റ് ചെയ്തുകൊണ്ടാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുമപ്പുറത്തേക്ക് എങ്ങനെയാണ് ഇവരുടെ പ്രൊമോഷൻ, ഇപ്പോൾ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായിരിക്കുന്നവരെ അവർ മുഴുവൻ പരീക്ഷയിലും അറ്റൻഡ് ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ അവരെ എന്ത് മാനദണ്ഡത്തിനനുസരിച്ച് വേണം പ്ലസ് 1ലേക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു അറിയിപ്പ് അല്ലെങ്കിൽ അത് എന്തൊക്കെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് സർക്കാർ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു അറിയിപ്പ് ബന്ധപ്പെട്ട സംസ്ഥാന ബോർഡുകൾക്കും കേന്ദ്ര ബോർഡുകൾക്കും സർക്കാർ തലത്തിൽ ഉണ്ടാകും. ആ തരത്തിലൊരു കൂടിയാലോചനയുടെ ഭാഗമായി കൃത്യമായ ഒരു മാർഗനിർദ്ദേശം വൈകാതെ തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ചായിരിക്കും ഇവരുടെ പ്രൊമോഷൻ നിശ്ചയിക്കപ്പെടുക. ശരി ശരത്ത്, വ്യക്തമാണ്. രാജ്യവ്യാപകമായി CBSE 10ാം ക്ലാസ് പരീക്ഷ ഉണ്ടാകില്ല. നടത്താൻ ബാക്കിയുള്ള പരീക്ഷകൾ അടക്കം ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ വടക്കുകിഴക്കൻ ദില്ലിയിൽ മാത്രം പരീക്ഷ ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം. പ്ലസ് 2വിൻ്റെ പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ഈ പ്രൊമോട്ട് ചെയ്യുന്നതടക്കം വിദ്യാർത്ഥികൾ ഏത് മാനദണ്ഡത്തിലായിരിക്കണമെന്നത് സംസ്ഥാനങ്ങളുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം ഒരു തീരുമാനം ഉടൻ ഉണ്ടാകും എന്നാണ് ശരത്തിന് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് നമ്മളോട് പങ്കുവച്ചത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മാറ്റിവെക്കുന്നതിന് അധികാരം നൽകുന്ന ഓർഡിനൻസ് നിയമാനുസൃതമെന്ന് ഹൈക്കോടതി. ഓർഡിനൻസ് സ്റ്റേ ചെയ്യണമെന്ന കോൺഗ്രസ് BJP അനുകൂല സർവീസ് സംഘടനകളുടെ ആവശ്യം കോടതി തള്ളി. ഓർഡിനൻസ് ഇറക്കുന്നതിന് സർക്കാരിന് അധികാരമുണ്ട്. ശമ്പളം പിടിക്കുകയല്ല, മാറ്റിവെക്കുകയാണ് ചെയ്യുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. സർക്കാർ ഓർഡിനൻസ് ഭരണഘടനാ വിരുദ്ധമാണെന്നും നിയമപരമായി നിലനിൽക്കില്ലെന്നും ആരോപിച്ചാണ് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ കോടതിയെ സമീപിച്ചത്. ശമ്പളം പിടിച്ചെടുക്കുന്നത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു. ഓർഡിനൻസ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു. ഓർഡിനൻസ് നിയമാനുസൃതമാണെന്ന് വ്യക്തമാക്കി സ്റ്റേ ആവശ്യം കോടതി തള്ളി. ശമ്പളം പിടിക്കുകയല്ല, നീട്ടിവെക്കുകയാണെന്നും സർക്കാരിന് അതിന് അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. നിശ്ചിത സമയത്തിന് ശേഷം തുക തിരികെ നൽകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സർക്കാർ അസാധാരണ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അതിനാൽ തന്നെ ലക്ഷ്യം വ്യക്തമാണ്. ഓർഡിനൻസിന് നിയമസാധുതയുണ്ടെന്നും ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനമില്ലെന്നും സർക്കാർ വാദിച്ചു. മാത്രവുമല്ല, ഏപ്രിൽ മാസത്തിലെ ശമ്പളത്തിലെ വിഹിതം ഓർഡിനൻസ് അനുസരിച്ച് പിടിച്ചതായും അഡ്വക്കേറ്റ് ജനറൽ കോടതിയെ അറിയിച്ചു. ശമ്പളം മാറ്റിവെക്കുന്നതിൽ നിന്നും ആരോഗ്യ പ്രവർത്തകരെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയും കോടതി തള്ളി. ആരോടും വിവേചനമില്ലെന്ന് നിരീക്ഷിച്ചാണ് നഴ്സസ് യൂണിയന്റെ ആവശ്യം കോടതി നിരാകരിച്ചത്. NGO അസോസിയേഷൻ, NGO സംഘ്, KPSTA, കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ തുടങ്ങി 8 കോൺഗ്രസ് BJP അനുകൂല സംഘടനകളാണ് കോടതിയെ സമീപിച്ചത്. കോടതി ഉത്തരവോടെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം താൽക്കാലികമായി പിടിച്ചുവെക്കുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങി. കൈരളി ന്യൂസ്, കൊച്ചി. കോടതി വിധി സ്വാഗതം ചെയ്ത മന്ത്രി തോമസ് ഐസക്, ശമ്പളം കട്ട് ചെയ്യാനുള്ള അനുമതി സർക്കാർ ഓർഡിനൻസിലില്ല, ശമ്പളം മാറ്റിവെക്കാനാണ് ശ്രമിച്ചത്, കുത്തിത്തിരിപ്പുകാർ നിലപാട് തിരുത്തണമെന്ന് ഐസക് ആവശ്യപ്പെട്ടു. കോടതി വിധി പ്രതീക്ഷിതവും സ്വാഗതാർഹവുമാണ്. കോടതി സർക്കാർ ഈ രീതിയിൽ വിഭവസമാഹരണം നടത്തുന്നത് അല്ലെങ്കിൽ ചെലവുകൾ ക്രമീകരിക്കുന്നതിൻ്റെ പ്രസക്തി ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ കേസ് കൊടുക്കാൻ പോയൊരു, അപ്പീൽ കൊടുക്കാൻ പോയൊരു ഈ മുഖം മൂടിയൊന്ന് മാറ്റിവെച്ച് തങ്ങളുടെ രാഷ്ട്രീയ പക്ഷപാതത്തൊന്ന് കാണിക്കണമെന്നുണ്ട്. എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ ഈ കോവിഡിനെതിരായിട്ടുള്ള നമ്മുടെ വലിയ ലോകം മുഴുവൻ പ്രശംസിക്കുന്ന ഈ പ്രതിരോധത്തിന് വിള്ളലുണ്ടാക്കാൻ പറ്റുമോ, അതൊക്കെയാണ് ഇന്ന് ദൗർഭാഗ്യവശാൽ ഒരു പറ്റം രാഷ്ട്രീയക്കാർ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മടങ്ങിവരുന്ന പ്രവാസികളെ കോവിഡ് ടെസ്റ്റ് നടത്താതെ തിരികെ കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിൽ ആശങ്ക കൂടുന്നു.
നിലവിൽ പനി പരിശോധന മാത്രമാണ് നടക്കുന്നത്. 7-ാം തീയതിയോടെ പ്രവാസികൾ എത്തിത്തുടങ്ങും. ഗൾഫ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നായി 4.5 ലക്ഷം മലയാളികൾ കേരളത്തിലേക്ക് മടങ്ങാനിരിക്കെയാണ് ആശങ്ക വർദ്ധിക്കുന്നത്. മടങ്ങിയെത്തുന്നതിന് മുമ്പായി കോവിഡ് പരിശോധന പ്രവാസികൾക്ക് നടത്തുന്നില്ല. പകരം തെർമൽ സ്കാനർ ഉപയോഗിച്ച് പനിയുണ്ടോ എന്ന് പരിശോധിക്കാൻ മാത്രമാണ് നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. യാതൊരു രോഗലക്ഷണവുമില്ലാത്ത ആളുകളിലും കോവിഡ് ഉണ്ടാകാമെന്നിരിക്കെ രക്തപരിശോധനയാണ് എന്തുകൊണ്ടും അഭികാമ്യം. എന്നാൽ ഇതിന് കേന്ദ്ര സർക്കാരോ നയതന്ത്ര കാര്യാലയങ്ങളോ തയ്യാറാവുന്നില്ല. കേരളത്തിലെ മുഴുവൻ വിദേശികളെയും കോവിഡ് ടെസ്റ്റ് നടത്തിയ ശേഷമാണ് വിമാനത്തിൽ കയറാൻ പോലും അനുവദിച്ചത്. കപ്പലിലും വിമാനത്തിലുമായി 10,000 മടങ്ങി വരുമ്പോൾ ഒരാൾക്കെങ്കിലും രോഗബാധയുണ്ടായാൽ അത് വലിയ പ്രത്യാഘാതങ്ങളാകും ഉണ്ടാക്കുക. ഈ ആശങ്കയെ അഭിസംബോധന ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവാത്തതെന്തെന്ന ചോദ്യമാണ് മലയാളികളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിദേശത്ത് നിന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ 15 വിമാനങ്ങളുമായി പ്രവാസികൾ കേരളത്തിലെത്തും. വിമാനത്തിലെത്തിക്കുന്നത് 2950 മലയാളികളെ. നാവികസേനയുടെ 4 കപ്പലുകളും പ്രവാസികളെ എത്തിക്കും. 64 വിമാനങ്ങൾ പ്രവാസികളുമായി രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് സർവീസ് നടത്തും. മാലദ്വീപിൽ നിന്ന് 800 പേരുമായി ആദ്യ പടക്കപ്പൽ 8-ാം തീയതി പുറപ്പെടും. 7-ാം തീയതി മുതൽ 14-ാം തീയതി വരെ 7 ദിവസം, 4 പടക്കപ്പലുകൾ, 64 വിമാന സർവീസുകൾ. 13 രാജ്യങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളെ തിരികെ എത്തിക്കുക ലക്ഷ്യം. കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, ദില്ലി, തെലങ്കാന, ഗുജറാത്ത്, പഞ്ചാബ്, ജമ്മുകാശ്മീർ, കർണാടക, ഉത്തർപ്രദേശ് എന്നീ 10 സംസ്ഥാനങ്ങളിലേക്കാണ് ആദ്യഘട്ടമായി പ്രവാസികളെ എത്തിക്കാനുള്ള ഫ്ലൈറ്റ് ഷെഡ്യൂൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം തയ്യാറാക്കിയത്. ഇതുപ്രകാരം കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ പറന്നെത്തുക, 15 സർവീസ്. ആദ്യ ദിനമായ വ്യാഴാഴ്ച UAE-യിൽ നിന്ന് 2ഉം ഖത്തർ, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ വിമാനങ്ങളും കൊച്ചി, കോഴിക്കോട് എയർപോർട്ടുകളിൽ പ്രവാസികളുമായി എത്തും. ആകെ 800 പേർ. UK, സിംഗപ്പൂർ, മലേഷ്യ, അമേരിക്ക, ഫിലിപ്പീൻസ്, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നും വ്യാഴാഴ്ച തന്നെ മഹാരാഷ്ട്ര, ദില്ലി, തെലങ്കാന, ഗുജറാത്ത്, ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിലേക്കും പ്രവാസികളെ മടക്കിക്കൊണ്ടുവരും. 2-ാം ദിനം ബഹ്റിനിൽ നിന്നും കൊച്ചി, 3-ാം ദിനം കുവൈറ്റ്, ഒമാൻ, 4-ാം ദിനം ഖത്തർ, മലേഷ്യ എന്നിങ്ങനെയാണ് കേരളത്തിലേക്കുള്ള വിമാന സർവീസ്. ഇതുവഴി 2950 പേർ കേരളത്തിലെത്തും. ആകെ 14,850 ഇന്ത്യക്കാരെയാണ് വിമാനമാർഗം എത്തിക്കുക. 4 പടക്കപ്പലുകളും പ്രവാസികളെ മടക്കിക്കൊണ്ടുവരാൻ യാത്ര തിരിച്ചു. ദക്ഷിണ നാവിക കമാൻഡിന് കീഴിലുള്ള INS മഗർ മാലിദ്വീപിൽ നിന്ന് 800 പേരുമായി കൊച്ചിയിലേക്ക് 8-ാം തീയതി പുറപ്പെടും. പശ്ചിമ നാവിക കമാൻഡിലെ INS ജലാശ്വ അബുദാബിയിലെയും ദക്ഷിണ കമാൻഡിലെ INS റാദുൽ ദുബായിലെയും പ്രവാസികളെ ഒഴിപ്പിക്കും. സാമൂഹ്യ അകലമടക്കം കോവിഡ് നിബന്ധനകൾ പാലിക്കുമ്പോൾ ഒരു വിമാനത്തിൽ ശരാശരി 200 യാത്രക്കാരെ കൊണ്ടുവരുന്ന രീതിയിലാണ് യാത്ര സജ്ജീകരിച്ചിരിക്കുന്നത്. അമേരിക്ക, UK എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ രാജ്യത്തെ 2 സംസ്ഥാനങ്ങളിൽ എത്തുന്ന തരത്തിലാണ് സർവീസ്. വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് രോഗലക്ഷണങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന സത്യവാങ്മൂലം പ്രവാസികൾ നൽകണം. ഇതിനായുള്ള ഫോം വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കി. കൈരളി ന്യൂസ്, ദില്ലി. ഇനി കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ധനമന്ത്രി ഐസക്കിൻ്റെ പങ്ക്തിയിലേക്ക്. കോവിഡിന് വേണ്ടി കേന്ദ്രം ആകെ തന്നത് 150 കോടി രൂപയെന്ന് ധനമന്ത്രി. തന്നെന്ന് പറയുന്ന 2000 കോടി ഭരണഘടനാപരമായി ഈ വൈറസ് വന്നാലും ഇല്ലെങ്കിലും കേന്ദ്രത്തിന് തരാൻ ബാധ്യതയുണ്ട്. കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ വാദഗതികൾ തള്ളി ഡോക്ടർ തോമസ് ഐസക് കൈരളി ന്യൂസിനോട്. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ സഹായിക്കുന്നില്ല എന്ന വിമർശനത്തിന് ഇന്ന് കേന്ദ്ര ധനമന്ത്രാലയം മറുപടി പറഞ്ഞിരിക്കുകയാണ്. കേരളത്തിൻ്റെ കണക്കുകളാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മളാണ് ഈ വിമർശനം ഏറ്റവും ശക്തമായിട്ട് ചെയ്തിട്ടുള്ളത് എന്നതാവാൻ കാരണം. അവർ പറയുന്നത് കേന്ദ്ര സർക്കാർ 1200 കോടി രൂപ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായി നൽകി. പിന്നെ കേന്ദ്ര നികുതി വിഹിതമായിട്ട് നമുക്ക് 800 കോടി രൂപ നൽകി. 650 കോടി രൂപ GST നഷ്ടപരിഹാരമായി നൽകി. ഇതിൽ GST നഷ്ടപരിഹാരം മാർച്ചിൽ തന്നതാണ്, അത് കൂട്ടണ്ട. എന്നാലും 2000 കോടി തന്നില്ലേ എന്നുള്ളതാണ് തുറന്നു പറയുന്നത്. അതുമാത്രമല്ല, കോവിഡ് പ്രതിരോധത്തിന് വേണ്ടിയിട്ട് 150 കോടി രൂപ അത് തന്നിട്ടുണ്ട് NHMൻ്റെ. ഇത് മതിയോ? ഈ 150 മതിയോ? ഇത് നാട് ഒരു അസാധാരണ സാഹചര്യത്തെ നേരിടുകയാണ്. എന്തിനാ കേന്ദ്ര സർക്കാരിൻ്റെ ബാധ്യതയാണോ 50,000 കോടി രൂപ മ്യൂച്വൽ ഫണ്ടുകൾക്ക് കൊടുക്കുന്നത്? 1.5 ലക്ഷം കോടി രൂപ കോർപ്പറേറ്റുകൾക്ക് വെട്ടിക്കുറക്കുന്നത്?
ഇതൊക്കെ ചെയ്യേണ്ടി വരും. കാരണം സമ്പദ്ഘടനയെ താങ്ങി നിർത്തേണ്ടതുണ്ട്. അതുപോലെ പ്രധാനമാണ് സംസ്ഥാനങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ സംസ്ഥാനത്ത് ഇപ്പോഴത്തെ നിലയെന്താ? 161 കോടി രൂപയാണ് GST. കഴിഞ്ഞ വർഷം 1700 പരം കോടി രൂപ കിട്ടിയതാണ്. പെട്രോള് 26 കോടി രൂപയാണ് കിട്ടിയിട്ടുള്ളത്. മദ്യം, ലോട്ടറി പൂജ്യമാണ്. മോട്ടോർ വാഹന നിധി 200 പരം കോടിക്ക് വരെ 4 കോടി രൂപയാണ്. ഇതുപോലെ തന്നെ ഭൂ രജിസ്ട്രേഷൻ നാമമാത്രമായ തുകയാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ സംസ്ഥാനത്തിൻ്റെ മൊത്തം വരുമാനം ഇത് 2000 പരം കോടി രൂപയാണ്. 2500 കോടി രൂപ ശമ്പളത്തിന് തന്നെ വേണം. ഇങ്ങനൊരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ വേണം സഹായിക്കാൻ. അങ്ങനെ കോവിഡ് പ്രതിരോധത്തിന് അധികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ NHMൻ്റെ പണമല്ലാതെ ഒരു പണവും തന്നിട്ടില്ല. ലോകത്തുള്ള മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്നു നോക്കുന്ന എന്തേ കേന്ദ്ര സർക്കാർ മടിച്ചു നിൽക്കുന്നത്? മറ്റുള്ള സർക്കാരുകൾ അവരുടെ റിസർവ് ബാങ്കിൽ നിന്ന് പണം എടുത്ത് പണം പമ്പ് ചെയ്യണം സമ്പദ്ഘടനയ്ക്ക് താങ്ങി നിർത്തുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ഇന്ത്യ സർക്കാർ അങ്ങനെ ചെയ്യില്ലെന്നുള്ള വാശിയില്ല. മറിച്ച് ഈ പ്രതിസന്ധിയുടെ ഭാരം മുഴുവൻ ജനങ്ങളുടെ തലയിൽ, സംസ്ഥാനങ്ങളുടെ ചുമലിൽ വെച്ച് മാറുന്നതിനുള്ള പരിശ്രമമാണ്. ഒരു കണക്കൂട്ടലൊക്കെ ഉണ്ട്. ആ കണക്കൂട്ടൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ ഇന്ത്യൻ സമ്പദ്ഘടന ധനപരമായിട്ട് മികച്ച നിലയിലായിരിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് എന്നൊരു കണക്കൂട്ടലാണ്. റേറ്റിംഗ് ഏജൻസികൾ രാജ്യത്തിൻ്റെ റേറ്റിംഗ് കുറച്ച് കളയുന്നു. ഏത് റേറ്റിംഗ്? ലോകത്തുള്ള എല്ലാ രാജ്യം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് മാത്രമായിട്ട് റേറ്റിംഗ് കുറക്കാൻ പോകണം. അങ്ങനെ എല്ലാത്തിൻ്റെയും കുറക്കണ്ടേ? യഥാർത്ഥത്തിൽ പ്രശ്നം ഇങ്ങനെ പോയാൽ കോവിഡ് കഴിയുമ്പോൾ ഈ രാജ്യത്തെ സമ്പദ്ഘടന ഉണ്ടാവും എന്നുള്ളതാണ് എഴുന്നേറ്റ് നിൽക്കാനായി. സംസ്ഥാനങ്ങളുടെ പാപ്പരാവില്ല എന്നുള്ളതാണ്. ഇതാണ് ഇത് ഗൗരവമായിട്ടുള്ള പ്രശ്നം. കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിൽ അടിസ്ഥാനപരമായ മാറ്റം വേണം. സംസ്ഥാനങ്ങൾക്ക് കോവിഡ് പാക്കേജ് പ്രഖ്യാപിക്കണം.